ഹായ് ഗായ്സ്. ഹായ്. ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നമ്മളെ തനുക്കുട്ടൻ നഴ്സറിയിൽ പോവുകയാണ് കേട്ടോ. അപ്പം അതിനുവേണ്ടി നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ അൺബോക്സ് ചെയ്യണ വീഡിയോ ആണ് കേട്ടോ ഇന്ന്. അപ്പം വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ്. ഇത് നിറയെ സാധനങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് തുറന്നെടുക്കാം. തനുക്കുട്ടാ ഓരോ സാധനം ഇത് കാണിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മൾ സൈഡിലോട്ട്. ആദ്യം തന്നെ നമ്മൾ മുഖം തുടയ്ക്കണ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടവലുകളാണ് കേട്ടോ ഇത്. ഇത് നമ്മൾ മുഖം തുടയ്ക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മളെ ലഞ്ചൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു കിറ്റാണ് കേട്ടോ. അകത്ത് ഇങ്ങനെ ലഞ്ചൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കിറ്റാണ്. ഞാൻ അവളെ ഡേ കെയറിലാണ് കേട്ടോ നിന്നത്. അപ്പം അവിടെ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കൊണ്ടുപോകണം, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊണ്ടുപോകണം. അപ്പം അതിന് വേണ്ടിയുള്ള ഒരു ചെറിയൊരു ലഞ്ച് ബാഗാണ് ഗൈസ്. അടുത്തത് ഒരു കുഞ്ഞു കുടയാണ് കേട്ടോ. ഇതൊരു കുഞ്ഞു കുടയാണ്. നമുക്ക് നോക്കാം. ഗൈസ്, അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മൾ വെള്ളമൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോട്ടിലാണ് കേട്ടോ. അപ്പം ഈ ബോട്ടിൽ കുഞ്ഞു കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ബോട്ടിലാണിത്. അപ്പം ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതിലൊരു കുഞ്ഞ് ലോക്കൊക്കെ ഉണ്ട്. ഈ ലോക്ക് ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ ഈ ബോട്ടിൽ ഇങ്ങനെ പ്രസ് ചെയ്താലും ഓപ്പൺ ആവത്തില്ല. ഈ ലോക്ക് മാറ്റിയിട്ട് പ്രസ് ചെയ്താലേ ഇത് ഓപ്പൺ ആവത്തുള്ളൂ. പിന്നെ ഇത് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ സ്ട്രോ ഉണ്ടല്ലോ, അത് കുഞ്ഞു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇത് കുടിച്ചാലും ഇതിൻ്റെ അകത്തോട്ട് വേസ്റ്റ് ഒന്നും പോകത്തില്ല. സാധാരണ ഇങ്ങനെ ഉള്ള ബോട്ടിലുകളിലൊക്കെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ വേസ്റ്റൊക്കെ കഴിക്കണ വേസ്റ്റൊക്കെ ഇതിൻ്റെ അകത്ത് പോകുമല്ലോ. അങ്ങനെ പോകത്തില്ല കേട്ടോ. അങ്ങനത്തെ ഒരു നല്ല ബോട്ടിലാണിത്. അങ്ങനെ ബോട്ടില് ഗൈസ്. അടുത്ത് ലഞ്ച് ടവലാണ് കേട്ടോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഗൈസ്, ഇത് ഇത്ര നീളമുള്ള ടവലാണ്. ഇത് ഒരു സെറ്റില് 6 എണ്ണമാണ് വന്നിട്ടുള്ളത്. ഇതിൽ വെച്ച് ഫുഡൊക്കെ കഴിക്കാം. മുഖം തുടയ്ക്കാനൊന്നും പറ്റില്ല. ഫുഡ് കഴിക്കാനുള്ളതാണ് കേട്ടോ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ 6 എണ്ണം. ഓക്കെ ഗൈസ്, അടുത്താണ് മെയിൻ ആയിട്ടുള്ള സാധനം ഗൈസ്. ഇത് അവൾക്ക് കൊണ്ടുള്ള ബാഗാണ് ഗൈസ്. രണ്ട് കാലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബാഗിൻ്റെ അകത്ത് നമുക്ക് ഫുഡെല്ലാം കൊടുത്തു വിടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു ലഞ്ച് കിറ്റ് ഇവിടെ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ബാഗിൻ്റെ അകത്ത് ഞാൻ അവളെ ടിഫിൻ ബോക്സും എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ എല്ലാം കാണിച്ചു തരാം ഗൈസ്. ഇത് അവൾക്ക് ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്തു വിടാനുള്ള ബോക്സാണ് കേട്ടോ. ഗൈസ്, ഇത് സെപ്പറേറ്റ് ചെയ്യാനുള്ള നടുക്ക് വയ്ക്കണ ഒരു സംഭവം സ്പൂണൊക്കെ ഉണ്ടായിരുന്നു. അതെൻ്റെ മോളന്ന് തന്നെ എടുത്തിട്ട് പോയി കേട്ടോ. പിന്നെ ഇത് ഒന്നും കൊടുത്തു വിട്ടാലും തൂവത്തില്ല, കാരണം ഇതിൽ ഇവിടെ നടുക്കൊരു ഇത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഒന്നും ലീക്ക് ആവത്തൊന്നുമില്ല കേട്ടോ. ഗൈസ്, വീഡിയോയിൽ വരാൻ മടിയുള്ള 2 പേര് ഇവിടെ വന്ന് അടുത്തിരിപ്പുണ്ട്, എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ. ഇതാണ് ബോക്സ്. ഇതൊരു കുഞ്ഞു ബോക്സ്. നമ്മള് അവിടെ ചോറ് കൊടുത്തു വിടേണ്ട ആവശ്യമില്ല. മീനും മുട്ടയും ഇങ്ങനത്തെ സാധനം മാത്രം കൊടുത്തു വിട്ടാൽ മതി കേട്ടോ. അവിടെ ചോറും മലക്കറിയെല്ലാം അവിടെ തന്നെ അവർ തന്നെ കൊടുക്കും. അതുകൊണ്ട് ഇത് നമുക്ക് മീനൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു പാത്രം. പിന്നെ ഇത് കറിയൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു കുഞ്ഞു പാത്രം.
നേരത്തെ കാണിച്ചത് ഞാൻ ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്തുവിടാൻ പറ്റിയ പാത്രമാണ് കേട്ടോ കാണിച്ചത്. ഇത് അവക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തുവിടാനുള്ള പാത്രമാണ്. അത് കറി കൊണ്ടുപോകാനുള്ള പാത്രമാണ് കേട്ടോ. ഇത് ബ്രേക്ക്ഫാസ്റ്റിനുള്ള പാത്രമാണ്. ഇതാണ് പാത്രം. ഇതില് 2 തട്ടുണ്ട് കേട്ടോ. കുഞ്ഞു പാത്രമാണ്. കുഞ്ഞു പാത്രമോ? കുഞ്ഞു പാത്രോ? പിന്നെ ഒന്നുമില്ല കേട്ടോ. കുഞ്ഞു പാത്രം കാണിച്ചു തരാം. അവള് കാണിച്ചു തരാം. കുഞ്ഞു പാത്രം അവള് കാണിച്ചു തരും കേട്ടോ. കുഞ്ഞി പാത്രം. അപ്പോ ഈ ബാഗിൻ്റെ അകത്ത് നമ്മള് അവക്ക് ഉള്ള ടവലും അതൊക്കെ കൊടുത്തു വിടാനാണ് ഈ ബാഗ്. പിന്നെ ഇതിൻ്റെ അകത്ത് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ കറിയും പിന്നെ അവളെ ഫുഡൊക്കെ കൊടുത്തു വിടണേക്ക് ഇതിൻ്റെ അകത്ത് ആയി കഴിഞ്ഞാൽ പറ്റൂലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ചൊരു ലഞ്ച് ബാഗ് വാങ്ങിച്ചിട്ടുള്ളത്. അടുത്ത ഗൈസ് വീണ്ടും ഒരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു ബാഗാണ് ഇത്. അവള് തന്നെ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ബാഗാണ് കേട്ടോ. അവൾക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ബാഗാണ്. കൊള്ളാം, സൂപ്പർ ഗൈസിന്റെ കുട്ടിയുടെ ഡാൻസ് ഉണ്ട്. ഏട്ടാ വന്നിരി. ഗൈസ് നാണമാണ് വീഡിയോയിൽ വരാൻ. ഗൈസ് ഞാൻ പോയി വിളിച്ചിട്ട് വരാം. ഗൈസ് ഇനി ഒരു സാധനം കൂടെ ഉണ്ട് കേട്ടോ. ഇത് ഒരു ബോട്ടിലാണ് കേട്ടോ. ഇത് പാലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ബോട്ടിലാണ്. ഓപ്പൺ ചെയ്തെടുത്ത് നോക്കാം. ഗൈസ് ഇതിലുള്ള മിക്ക സാധനങ്ങളും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. ഇതാണ് ബോട്ടിൽ. ഇത് സിൽക്കോണാണ് കേട്ടോ. ഇതിൽ ചെറിയൊരു ഹോളൊക്കെ ഉണ്ട്. സിൽക്കോണാണ്. പാല് കുടിക്കാനുള്ള ഒരു ബോട്ടിൽ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഗൈസ് കണ്ടോ, ഇങ്ങനെ ഒരു സംഭവം കൂടെ ഉള്ളത് കൊണ്ട് ഇതുവഴിയാണ് കുടിക്കാൻ പാല് പോകണം കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു സംഭവം ഇതിൻ്റെ അകത്തുള്ളത് കൊണ്ട് ഈ കുടിക്കുമ്പോൾ നമ്മൾ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുമ്പോഴാണല്ലോ ഈ പാല് കുടിക്കാറുള്ളത്. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കഴിക്കുമ്പോഴുള്ള വേസ്റ്റ് ഒന്നും ഇതിൻ്റെ അകത്ത് പോവില്ല. അപ്പം ഞാൻ അങ്ങനെ നോക്കിയാണ് ബോട്ടിലെല്ലാം വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഇത് ഏകദേശം ഒരു 500 രൂപയൊക്കെ അടുപ്പിച്ചായി കേട്ടോ ഈ പാല് കുടിക്കണ ബോട്ടിൽ. അതേപോലെ തന്നെ നേരത്തെ ഞാനൊരു ബോട്ടിൽ കാണിച്ചല്ലോ, ഈ ബോട്ടിൽ ഇതും ഏകദേശം ഒരു 700 രൂപയിൽ കൂടുതലായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതേപോലത്തെ ബോട്ടിൽ തന്നെ ഞാൻ നോക്കി വാങ്ങിച്ചിട്ടുള്ളത്. ഈ കഴിക്കുമ്പം അല്ലെങ്കിൽ ഒരു സ്മെല്ലായിരിക്കും ഈ കുഞ്ഞു കുട്ടികളുടെ ബോട്ടിലൊക്കെ. അപ്പം അതുകൊണ്ട് ഞാൻ അതേപോലത്തെ ബോട്ടിൽ തന്നെ ഞാൻ ഈ 2 ബോട്ടിലും പ്രത്യേകിച്ച് ഇങ്ങനെ ഞാൻ ഇവളെ വിടണമെന്ന് വിചാരിച്ചപ്പോൾ ഈ ബോട്ടിൽ നല്ല നോക്കി വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബോട്ടിൽ 2 ഞാൻ നല്ലതിനെ നോക്കി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ അവളെ വിടണമെന്നൊക്കെ ആലോചിക്കുമ്പം സങ്കടമൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ വിചാരിക്കണത് ഇവിടെ അവള് വെറുതെ അല്ലേ ഇരിക്കണം, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ കരുതി രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ കൊണ്ടുവിട്ടിട്ട് ഒരു ഉച്ചയ്ക്ക് ഫുഡൊക്കെ ഒരു ചോറൊക്കെ കഴിച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് തിരിച്ച് വിളിച്ചിട്ട് വരാമെന്നാണ് കേട്ടോ എൻ്റെ പ്ലാൻ. അപ്പോൾ അവൾ ഇരിക്കുമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അവൾക്ക് കുട്ടികളോടെ കളിക്കാനും എല്ലാത്തിനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ അവളെ വിടാമെന്നൊക്കെ കരുതിയത്. അപ്പോൾ അവൾ ഇരിക്കുമെന്നൊന്നും അറിഞ്ഞുകൂടാ. വിഷമമുണ്ട്, നല്ല വിഷമമുണ്ട് അവളെ വിടണയിൽ. അപ്പം ഞാൻ അവളെ ആദ്യം കൊണ്ടുവിടണ വീഡിയോയും എല്ലാം എടുക്കണമെന്നൊക്കെ എനിക്ക് പ്ലാൻ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ കൊണ്ടുവിടുന്ന വീഡിയോ ഒക്കെ എടുക്കാം. അപ്പോൾ ഗൈസ് അത്രേ ഉള്ളൂ. ബൈ ഗൈസ്. അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാം, തനുക്കുട്ടനെ വിടുന്നതിൽ നിനക്ക് സങ്കടം ഉണ്ടാ? ഇല്ല. തനു ഒന്ന് വരുമോ? സത്യം പറ ഗൈസ്, ഇവനാണ് പ്രശ്നം ഇവിടെ. തനുക്കുട്ടനെ ക്ലാസ്സിൽ വിടാൻ നമുക്ക് ഡേ കെയറിലാക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവനാണ് പ്രശ്നം. അവളെ വിടണ്ട,
അവളെ വിട്ടാരും നോക്കൂല അവളെ എന്നൊക്കെ പറഞ്ഞവനാണ് ഇവിടെ വിഷമമായിരുന്നത്. പിന്നെ ഞാൻ കരുതി അവളിങ്ങനെ വീട്ടിലിരിക്കണതിനെക്കാട്ടി കുറച്ച് കളിച്ചിട്ട് പിള്ളേരോടെ കളിച്ചിട്ട് വരട്ടെന്നാണ് കരുതിയത് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കാകുമ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾ കിടന്നുറങ്ങും, പിന്നെ കളിച്ചൊക്കെ നടക്കും. അപ്പോൾ ഈ രാവിലെ എനിക്ക് ഉറക്കം കഴിഞ്ഞിട്ടുള്ള കുറച്ച് സമയമൊക്കെ അവൾക്ക് ബോറായിട്ടുള്ള സമയമാണ്. ആ സമയത്ത് ഞാൻ കൊണ്ടിരുത്താന്ന് വിചാരിച്ചിട്ടുള്ളൂ. അങ്ങനെ പിന്നെ ഗൈസ് എല്ലാ ബോട്ടിലും എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ബാഗ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഗൈസ് നമ്മൾ 3 പേരുമായിട്ടുള്ള വീഡിയോ കുറെ വേണോന്നുള്ളവര് കമന്റ് ഒക്കെ ഇടണം കേട്ടോ. എങ്കിലേ നമുക്ക് കുറെ വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റും. വീഡിയോയിൽ വരാനൊക്കെ എല്ലാവർക്കും മടിയാണ്. ഗൈസ് ഈ വീഡിയോ നമ്മൾ രാത്രിയാണ് കേട്ടോ എടുക്കണത്, അതാണ് ഗുഡ് നൈറ്റ് പറഞ്ഞത്. അപ്പൊ നമ്മള് ഗൈസ് ഉറങ്ങാൻ പറഞ്ഞാൽ ഉറങ്ങും, ചിരിക്കാൻ പറഞ്ഞാൽ ചിരിക്കും, കരയാൻ പറഞ്ഞാൽ കരയും, ബൈ പറയാൻ പറഞ്ഞാൽ ബൈ ഗൈസ്.